ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ വിഭവമാണ്. ഇതിന് പറയുക കളിയടയ്ക്കാന്നാണ്, ചീടാന്നും പറയും. അപ്പോൾ ഞാനിത് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല, പാലക്കാട് കണ്ടിട്ടില്ല. എൻ്റെ അമ്മ വീട് കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്തൊക്കെ ഇത് എല്ലാ വീട്ടിലും റെഗുലറായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഓണത്തിന്. അപ്പം നമ്മത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ? ചീട ഉണ്ടാക്കാൻ നമ്മൾ നിറയെ തേങ്ങ ചേർക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് പിന്നെ തേങ്ങ അരച്ചതിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ തേങ്ങയുടെ മിക്സ് വെച്ചിട്ട് തന്നെ അരിപ്പൊടി നല്ല പോലെ കുഴച്ചെടുക്കണം. വെള്ളം ഇത് കുഴയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ തളിക്കാനേ പാടുള്ളൂ. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീട വറുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നല്ല പോലെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പ് വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടി ഉപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ തളിച്ചിട്ട് ഇതാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉരുളയാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ വലിപ്പത്തിൽ ആക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൈസിൽ നമുക്കിതിൻ്റെ ഉരുള ഫുള്ള് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ചൂട് നോക്കിയതിന് ശേഷം ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഓരോ ഉരുള ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലേക്ക് തെറിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇത് ഇട്ടതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഇളക്കൊന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും പതിയെ ഇളക്കാവുള്ളൂ. കൂടുതൽ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ചീട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെന്ത് കഴിയുമ്പം ഇത് പരസ്പരം വിട്ടുവരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചീട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ കളറിൽ വറുത്ത് കോരണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും കൂടി സെയിം അതേ പ്രൊസീജിയറിൽ വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പൊട്ടാതെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഇത് പറഞ്ഞ് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ ചെയ്യുക, പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ ചീട റെഡി ആയിട്ടുണ്ട്. ഇതിന് കളിയടയ്ക്കാന്നും പറയും, പക്ഷേ ചീട എന്നൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നല്ലൊരു അടുത്ത ഓണം സ്പെഷ്യലുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.